ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ബാംഗ്ലൂർ പോകേണ്ട ദിവസമാണ്. അതായത് എൻ്റെ നഴ്സിംഗ് ആണല്ലോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് അങ്ങ് ബാംഗ്ലൂർ വരെ പോകണം. ബാംഗ്ലൂരുള്ള ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇന്നാണ് എൻ്റെ ജോലിയിൽ ഞാൻ ഹാഫ് ഡേ കൂടെ എടുത്തിട്ടുണ്ട്. അതായത് 10 മണി തൊട്ട് 3 മണി വരെ ഞാൻ വർക്ക് ചെയ്യും. വർക്കെല്ലാം കഴിഞ്ഞ് നേരെ 5:30 ട്രെയിനിൽ കയറണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് ഞാൻ മാക്സിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. അങ്ങനെ നീണ്ട കുറേ നേരത്തെ വർക്കിന് ശേഷം ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ഡ്രസ്സ് ബില്ല് ചെയ്ത് വാങ്ങിക്കാനുണ്ടായിരുന്നു. ബാംഗ്ലൂർ പോകുമ്പോൾ ഇടാനുള്ളതാണ്, അല്ല ബാംഗ്ലൂർ എത്തിയിട്ട് ഇടാനുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അത് വാങ്ങി ബില്ല് ചെയ്യാട്ടോ ചെയ്തിരുന്നത്. ഞാനൊരു ഓവർസൈസ്ഡ് ടീഷർട്ടും ഒരു ബാഗി പാൻസുമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അനുസരിച്ച് സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ വീട്ടിലൊന്ന് വന്ന് കുളിച്ച് ഫ്രഷായി നേരെ ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു കേട്ടോ. ട്രെയിൻ വരാനായിട്ട് ഇനി ഒരു ഹാഫ് ആൻ അവേഴ്സ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവനെ ഞാൻ ഇനി പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട്. എൻ്റെ ബ്രദറാണ്. സോ ഇവരും ഞാനും കൂടെയാണ് ബാംഗ്ലൂർ പോകുന്നത്. അങ്ങനെ 5:15 ആയപ്പോഴേക്കും സ്റ്റേഷനിൽ എത്തിയിട്ടോ. നോക്ക് ഇങ്ങനെ ക്യാറ്റ് ഐസ്. നമ്മള് ബാംഗ്ലൂർ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ആക്ഷനും കാണിച്ചില്ല. ഇവൻ തന്നെയാണ് എല്ലാ ആക്ഷനും കാണിക്കണത്. ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. പക്ഷെങ്കിൽ നമുക്കറിയില്ല ഏത് ട്രെയിനിലേക്ക്. അതെ, ബോഗി അറിഞ്ഞൂടാ. എന്തായാലും പോണതാണ് എന്ന് പറഞ്ഞ വിശ്വസിക്കുവോ? അല്ല, ഒരു മാസത്തെ പ്ലാനിങ് ആണൊക്കെ. നമുക്ക് നോക്കാം. ട്രെയിനിൽ കയറാണെങ്കിൽ ബാക്കി കാണിക്കാട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ. ഇവിടെ ഞങ്ങൾക്ക് ട്രെയിൻ കയറുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീറ്റാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ സീറ്റ് നമ്പറോ ബോഗിയോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങ് ടെൻഷനായി തുടങ്ങി. ഇനി ജനറലെങ്ങാനും പോകേണ്ടി ഒരു ബാംഗ്ലൂർ വരെ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു ബോഗി തന്നെ അങ്ങ് കയറാം. പിന്നെ TTRനോട് പറഞ്ഞ് നമുക്ക് അങ്ങ് കൺവീൻസ് ചെയ്യാം എന്നുള്ള സെറ്റപ്പിലായി ഞങ്ങളങ്ങ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട്. 126 അല്ലേ? അതെ. സെറ്റ് നമ്മൾ ട്രെയിനിൽ കയറി. ഇപ്പൊ സമയം 5:25 രാവിലെ. എത്ര 3:40 സംതിങ് ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുള്ളൂ കേട്ടോ. ബാംഗ്ലൂർ. വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. അന്ന് കാണിച്ചേ, കാണിക്ക് ഗൈസ്. ബ്രഷ് എടുത്തു. നീ ബ്രഷ് എടുത്തോ? ഇല്ല, പേസ്റ്റ് എടുത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് അതില്? നമ്മള് ഇത് വാങ്ങിച്ചു കേട്ടോ. ഇതെന്താ ബിങ്കോ. ഇത് വാങ്ങിച്ചു. ഇത് ക്രീം ബണ്ണാ. എന്തോ നോക്കട്ടെ. ഇത് ഡോണറ്റ് ആണ്. ഡോണറ്റ്സ് ക്രീം ബണ്ണാണ് ഇത് കേട്ടോ. ക്രീം ബൺ. ഗൈസ്, ഇപ്പൊ ഒരു പുഴ വരും. അത് ഇവിടുത്തെ മാക്സ് അല്ല, വൈറ്റിലെ മാക്സ്.
അങ്ങനെ കുറേ നേരം ട്രെയിനിലിരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിന് ഇവിടെ യാതൊരു കുറവും വരാറില്ല. ഇത് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആ മൊമെന്റ് അങ്ങ് ക്യാപ്ചർ ചെയ്തതാട്ടോ. ആ ഗ്ലോ ഒക്കെ എൻ്റെ ഫേസിലുണ്ടായിരുന്നു, സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ അടിച്ചിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ വീഡിയോ അങ്ങ് എടുത്തേ. അങ്ങനെ ക്രീം ബണ്ണെല്ലാം കഴിച്ചിരുന്നപ്പോഴാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടത്. ഇത് തൃശ്ശൂർ, പാലക്കാട് ആ ഒരു ജില്ലയിൽ എത്തിയപ്പോഴുള്ള കാഴ്ചകളാട്ടോ. നല്ല രസല്ലേ? അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മളൊരു കുനാഫ ചോക്ലേറ്റും അതുപോലെ തന്നെ കുർക്കുറെ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ട്രെയിൻ കയറിയ സമയം തൊട്ട് തീരുന്നവരെ തീറ്റയോട് തീറ്റ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അപ്പുറത്തിരുന്ന ചേട്ടന്മാരാണെങ്കിൽ ഞങ്ങൾ നോക്കുമായിരുന്നു. രാത്രി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അതും കുഴിമന്തി തന്നെ വേണമായിരുന്നു ട്രെയിനിലിരുന്ന് കഴിക്കാൻ. അങ്ങനെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. പാലക്കാട് എത്തിയപ്പോഴേക്കും അവർ നമുക്ക് ഫുഡ് കൊണ്ട് തന്നു കേട്ടോ. ഫുഡ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതിലും കഴിക്കാനുള്ള പ്ലേറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തിരുന്ന ചേട്ടൻ ഞങ്ങൾക്ക് 2 പ്ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. എൻ്റെ ഒരു ഒറ്റ നിർബന്ധത്തിലാണ് കുഴിമന്തി എനിക്ക് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ഇതങ്ങ് വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ചതുപോലെ തന്നെ സാധനം തിന്നിട്ടുണ്ടായിരുന്നേ. ഒരു ഇച്ചിരി ബാക്കി വരെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാക്കി വന്നത് ഞങ്ങൾ അവിടെ തന്നെ പൊതിഞ്ഞിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10-11 മണിയാകുമ്പോൾ പിന്നെ വിശക്കാണെങ്കിൽ അതെടുത്ത് തിന്നാലോ എന്നുള്ള സെറ്റപ്പിൽ അതവിടെ സൂക്ഷിച്ചങ്ങ് വെച്ചേക്കുമായിരുന്നു. ഇനി ബാക്കിയുള്ള ആളുകളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കിവിടെ ലൈറ്റ് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും നേരം ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ബോഗിയിൽ ബാക്കി ഫുള്ള് ചേട്ടന്മാരായിരുന്നു. സോ ഞങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇവർ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തോന്നണം. കാരണം അത്രയ്ക്ക് മന്ദബുദ്ധി പിള്ളേരാണോ ഇതെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കണ്ണട കൊണ്ടുള്ള കോപ്രായങ്ങളെല്ലാം കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് തുടങ്ങാൻ പോകുന്നത് സ്നാപ്ചാറ്റിലുള്ള കോപ്രായങ്ങളാണ് ഗൈസ്. അങ്ങനെ അതിൽ നിന്നും കുറച്ച് നേരം തോണ്ടി മറിച്ചല്ലായിരുന്നു. പിന്നെ സേലം എത്തിയപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര രസമാട്ടോ ഇന്ന് രാത്രി നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വൈകുന്നേരം വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡോണറ്റ് ഞങ്ങളെടുത്ത് കഴിച്ചേ. ഡോണറ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉറക്കം അങ്ങ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഉറക്കെല്ലാം കഴിഞ്ഞ് ഞാൻ എണീച്ചപ്പോഴേക്കും ഏതോ ഒരു സ്റ്റേഷനിലെത്തി. ആ ഒരു സ്റ്റേഷൻ കാണാൻ ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ രാവിലെ 4:30 ആയപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ അടുത്ത വ്ലോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.